ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു സാമ്പാർ വെക്കാം. സാമ്പാർ എന്ന് പറയുമ്പോൾ ഒത്തിരി ഐറ്റംസ് ഒന്നുമില്ല. ഈ വഴുതനങ്ങ ഉണ്ടല്ലോ, ഈ വഴുതനങ്ങ കണ്ട എല്ലാവർക്കും വഴുതനങ്ങ, പിന്നെ സവാള ഉള്ളിയും ചിത്തോമരയും കൂട്ട് നമുക്കൊരു സാമ്പാർ വെക്കാം. നല്ലൊരു സാമ്പാർ വെക്കാം. രണ്ട് ഞാൻ വഴുതനങ്ങ ഇങ്ങോട്ട് ഇടുവാണേ. പിന്നെ സവാള ഉള്ളിയും 3-4 പച്ചമുളകുണ്ട്, കറിവേപ്പിലയും കൂടി ഇടും. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു മാങ്ങ ഇട്ടിട്ടുണ്ട്. പുളിക്ക് പകരം തക്കാളിക്ക് പകരം ഞാൻ മാങ്ങയാണ് ഇട്ടേക്കുന്നത്. ഇച്ചിരി നല്ല വിളഞ്ഞ മാങ്ങയാണ് കേട്ടോ. നമുക്ക് വേവിക്കാൻ വെക്കാം. ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, അടച്ചു. നമ്മുടെ കഷ്ണമെല്ലാം വെന്തിട്ടുണ്ട്. സാമ്പാറിൻ്റെ വഴുതനങ്ങ, ഉള്ളി, പച്ചമുളക്, മാങ്ങ എല്ലാം വെന്തിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് നമ്മുടെ ടൊമാറ്റോ ഉണ്ടല്ലോ, ടൊമാറ്റോ ഞാൻ കുക്കറിൽ വേവിച്ചതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വേവിച്ചില്ല, കാരണം സമയം നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ഒത്തിരി മിനിറ്റ് സമയം നമുക്ക് ഇതിന് എടുക്കാൻ പറ്റും. 2 മിനിറ്റ് ഓരോരുത്തർ കമൻറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിൽ നേരത്തെ വേവിച്ചതാണ്. അത് ഞാൻ അതിനകത്തോട്ടിടുന്നു. നമ്മുടെ കഷ്ണമെല്ലാം വെന്ത് ഞാൻ കടുക് വറുത്ത് നമുക്കിടാം. അന്നേരം മസാലയും കൂടെ ചേർക്കാം. നമ്മുടെ കടുക് വറുക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. മല്ലിപ്പൊടി, നമ്മൾ ആദ്യമേ കടുക് വറുക്കുന്ന മല്ലിപ്പൊടിക്ക് ഇച്ചിരി മൂപ്പ് കൂടുതലല്ലേ. മല്ലിപ്പൊടി സാമ്പാർ പൊടി ഇതിനകത്ത് ഇടുന്നില്ല, മല്ലിപ്പൊടിയാണ് ഇടുന്നത്. നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ഇട്ടാൽ പോകും. മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി മതി. ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. മുളക് പൊടി മല്ലിപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണത്തിനകത്തോട്ട് അങ്ങോട്ട് ഒഴിക്കുവാണ്. ഇനി കായപ്പൊടി, സാമ്പാറിന് കായപ്പൊടി കൂടുതൽ നല്ലതാണ്. കായപ്പൊടി ഇട്ടു. ഉലുവാപ്പൊടി, ലേശം മല്ലിയില, കരിവേപ്പില നേരത്തെ നമ്മൾ ഇട്ടല്ല, അപ്പോൾ പിന്നെ ഞാൻ കരിവേപ്പില ഇട്ടില്ല, മല്ലിയില ഇട്ടതേ ഉള്ളൂ. സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വഴുതനങ്ങയും ഉള്ളിയും തൊമര, ഒരു മാങ്ങ, പച്ചമുളക്, ഇത്രയേ ഉള്ളൂ. കൂടുതൽ കഷ്ണങ്ങളൊന്നും ഇതിനകത്തില്ല. നല്ലൊരു സാമ്പാറാണത്. നമ്മൾ മറ്റുള്ള സാമ്പാറിന് പിന്നെ സാമ്പാർ പൊടിയല്ല നമ്മൾ ചേർത്തത്. സാമ്പാർ പൊടി പച്ചക്കറി കഷ്ണത്തിന് മാത്രമേ ഞാൻ ചേർക്കത്തുള്ളൂ. ഇത് പിന്നെ നമ്മൾ തന്നെ കടുക് വറുക്കുമ്പം ഉള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും വഴറ്റി ഇട്ടതാണ്. തിളച്ച് നല്ലൊരു സാമ്പാറായിട്ടാണ്. ഉപ്പൊക്കെ കറക്റ്റാണ്, പുളിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ? ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. ഫോളോ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.